ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഏതാണ് നല്ല സൺസ്ക്രീൻ എന്ന് നിങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഏതാണ് ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ. ഞാൻ ആദ്യമേ പറയാം, ഞാൻ വേൾഡിലുള്ള എല്ലാ സൺസ്ക്രീൻസും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടലി ഉള്ളതിൽ നിന്ന് ബെസ്റ്റ് ഏതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതിൽ നിന്നും എനിക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് അങ്ങനെയുള്ളതിൽ ഒരു 5 സൺസ്ക്രീൻസ് നിങ്ങൾക്ക് കൂടി റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഏത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ താഴെ വരുന്ന ഒരു കമൻറ്റാണ് ഒരു നല്ല സൺസ്ക്രീൻ പറഞ്ഞു തരുമോ എന്നുള്ളത് കേട്ടോ. ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഇങ്ങനെ ഒരു സൺസ്ക്രീൻ ബെസ്റ്റ് ആവുന്നത് അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാവണം. അതുപോലെ അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം അല്ലേ. നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു സൺസ്ക്രീൻ ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് നമുക്കത് അത്ര ബെസ്റ്റ് ആയിട്ട് വരില്ല. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതും അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയും കൂടി ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. അങ്ങനെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതിൽ ഒരു 5 സൺസ്ക്രീൻസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളതും കൂടി ആവുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ന്യൂട്രജനയുടെ സൺസ്ക്രീനാണ്. നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ബിഗിനർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ മേടിക്കുന്ന ഒരു സൺസ്ക്രീൻ ആയിരിക്കും. അത്യാവശ്യം അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ കൂടിയാണല്ലേ. ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൺസ്ക്രീനിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ റേറ്റിന് 50 ഗ്രാമിൻ്റെ പാക്കറ്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാനായിട്ട് എളുപ്പമാണ്. യൂസ് ചെയ്ത് നമുക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയല്ലോ. അതിൻ്റെ ട്യൂബ് എൻ്റെ കയ്യിലില്ല കേട്ടോ, ഞാനത് കളഞ്ഞു. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞത് ഞാനത് സൂക്ഷിച്ചെടുത്ത് വെച്ചേനെ കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ട്യൂബും ഇതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിതാ സ്ക്രീനിൽ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ന്യൂട്രജനയുടേത്. അപ്പോൾ രണ്ടാമത്തത് ഏതാണെന്ന് കണ്ടാലോ. രണ്ടാമത്തെ സൺസ്ക്രീൻ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ കൂടിയാണ്. ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ചില സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് അഫോർഡബിൾ ആയിട്ട് തോന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര അഫോർഡബിൾ അല്ല കേട്ടോ. അത് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്നൊക്കെ പറയും. എങ്കിൽ പോലും ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത്ര ഗുഡായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് റീപർച്ചേസ് ചെയ്യാതെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡെർമാക്കോയുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഞാൻ എല്ലാവർക്കും തന്നെയും റെക്കമെൻഡും കൂടി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ലതാണ്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീനും കൂടിയാണ് കേട്ടോ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാങ്ങിച്ചോളൂ. ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെയും പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. എൻ്റെ കയ്യിൽ ട്യൂബോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇല്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് വൺ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇത് ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് കേട്ടോ. ഈ 2 സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് തീർന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഞെക്കി പഠിച്ചെടുത്തപ്പോൾ ഒന്നും വരികയില്ല കണ്ടോ. അത്രയും ഞാൻ യൂസ് ചെയ്ത് തീർത്ത് ഇത് ഉപേക്ഷിച്ച് കളഞ്ഞ ട്യൂബാണ്. ഞാൻ ഇത് കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 വേരിയൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ പേര് കറക്റ്റായിട്ട് വായിച്ച് തരണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് വേസ്റ്റിനകത്ത് തപ്പി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. മറ്റേതൊക്കെ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ട് പഴയത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് ലോട്ടസ് ഹെർബൽ സേഫ് സൺ UV സ്ക്രീൻ മാറ്റ് ജെൽ അൾട്രാ സൂത്തിങ് മാറ്റ് ലുക്ക് ഓയിൽ കൺട്രോൾ PA++ UVA SPF 50 UVB നോർമൽ ടു ഓയിലി സ്കിൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടിപൊളി സൺസ്ക്രീൻ കേട്ടോ. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ നോർമൽ ടു
ഓയിലി സ്കിൻകാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഓയിലി ആക്കില്ല, ഒരു ജെൽ ടൈപ്പാണ്. നല്ല രീതിയിൽ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, പാരബൻസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ. പക്ഷെ എങ്ങനെ നോക്കിയാലും സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കലാണ്, സ്കിന്നിന് അത്ര നല്ലൊരു സാധനമൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. 300 സംതിങ് ഒക്കെയാണ് അതിൻ്റെ കറക്റ്റ് റേറ്റ് വരുന്നത്. ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞ റേറ്റിന് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് 3-in-1 മാറ്റ് ലുക്ക് ഡെയിലി സൺസ്ക്രീൻ, സൺ പ്രൊട്ടക്ഷൻ, സ്കിൻ ലൈറ്റനിങ്, മാറ്റിഫൈങ്, PA++, UVA, SPF 40 ആണ്, UVB പ്രൊട്ടക്ഷൻ, പാരബൻ ഫ്രീ, ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി പ്രൈസി റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇതിന് 400 സംതിങ് റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ ഫീൽ ചെയ്തു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു ചെറിയ ടിൻ്റുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ ടിൻ്റൊന്നും ഇല്ല. എങ്കിൽ കൂടി നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ കരുതാം. കണ്ടില്ലേ, ഒരു ഫങ്ഷനൊക്കെ പോവുകയാണ്, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കരുതാം കേട്ടോ. ഒരു നല്ലൊരു ചെറിയൊരു ഗ്ലോയും ഒരു ചെറിയ ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു സൺസ്ക്രീനാണ്. കണ്ടില്ലേ, ഒരു ചെറിയൊരു ടിൻ്റ് ഉണ്ട്. അതിപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു BB ക്രീം ഒക്കെ ഇട്ട പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ചെറിയ ടിംഗ്ലിംഗ് സെൻസേഷൻ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ ഒരു കുഴപ്പം വന്നിട്ടില്ല, പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെയും വന്നിട്ടില്ല കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒട്ടും തന്നെയും ഡ്രൈ ആക്കില്ല, ഒട്ടും തന്നെ ഓയിലി ആക്കില്ല. നമ്മുടെ ലാക്ടോക്കലാമിൻ്റെ ലോഷൻ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റൂട്ടോ. കാരണം ഏകദേശം ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ഒരു ക്ലേ ടൈപ്പിൽ വന്നേക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ചെറിയ കിലുക്കോ ഒച്ചപ്പാടുകളോ ഒക്കെ കേൾക്കുന്നുണ്ടാവും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സൺഡേ ആണ്. എല്ലാവർക്കും വെക്കേഷനാണ്, ചെക്കന്മാരുണ്ട്, പെണ്ണുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത വീഡിയോ നാളത്തേക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ ജസ്റ്റ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് മൂഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അടിപൊളി സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കൂടിയാണ് കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തോന്നി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞാൽ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. ലിക്വിഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാം. റീഅപ്ലൈ ചെയ്യണമെന്നുള്ളവർക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഈ സൺസ്ക്രീനിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കണ്ടു നോക്കാം കേട്ടോ. ഈ വീഡിയോ വെറുതെ വലിച്ച് നീട്ടിലാകെ ആക്കേണ്ട അത് എഴുതിയിട്ടാണ് കേട്ടോ. ഈ സൺസ്ക്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ആ ഷോർട്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചേക്കട്ടോ. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഇതാണ് സാധനം. ഞാനിത് യൂസ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന ടൈമിലാണ് ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത്. കാരണം പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ഇത് കുറച്ചൊരു ഓയിലി സൈഡിലേക്ക് വരുന്ന ഒരു സൺസ്ക്രീനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചാനലിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ പോയി കണ്ടു നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഓയിലി ടെക്സ്ചറിലേക്ക് വരുന്ന ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് പിമ്പിൾസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം പ്രൊട്ടക്ഷൻ കാര്യമല്ല ഓക്കെയാണ്, ആ ഒരു ഒറ്റ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും
വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 സൺസ്ക്രീൻ എന്ന് പറയുന്നത്. 5 അല്ല 6 സൺസ്ക്രീൻ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ, അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് എന്നോട് പറയാം കേട്ടോ. അതുപോലെ ഞാൻ ഇനി ഏത് സൺസ്ക്രീൻ ട്രൈ ചെയ്യണം, ഏത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയണം എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ഇനിയും മുന്നോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.